ചാടുവോ? ഇങ്ങനെ ആരെങ്കിലും ചാടുവോ? അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്, ടൂറൊക്കെ പോയോ, ചൂട് എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇക്ക മൺഡേ മോർണിംഗ് ആണ് തിരിച്ചു പോകാറുള്ളത്. അങ്ങനെ പോയതാണ് കേട്ടോ. ചെന്നൈയിലാണ്, പക്ഷെ കാറിലല്ല പോവാറ്. ഒന്നുമില്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിന്. അപ്പോൾ അതുവരെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ഒരാൾ കൊണ്ടുപോയി വിടും. അങ്ങനെ ഇക്കാനെ കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ വേസ്റ്റ് എല്ലാം കൊട്ടിട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് കിടക്കാം അല്ലേ. കിച്ചണിലൊക്കെ ഒന്ന് ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലുമൊക്കെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. 2-3 ദിവസമായിട്ട് നോൺ വെജ് തന്നെയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷിങ്ങിന് ഇട്ടു ഫസ്റ്റ് തന്നെ. ഇന്ന് ഒരു വാഷേ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസമായി ഞാൻ ജിമ്മിൽ പോയിട്ട് 3-4 ദിവസമായി. ഇനി ഈ വീക്കെങ്കിലും എല്ലാ ദിവസവും പോകണം. മൺഡേ മോർണിംഗ് എനിക്ക് പോകാൻ പറ്റിയില്ല, ഈവനിങ് പോകണം എന്നാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി എന്താണ് പറയേണ്ടത്? എന്നോട് പറഞ്ഞ് ടോപ്പിക് ഇല്ലെങ്കിലും ജിനി വീഡിയോ ഇട്, കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മുത്തേ. ഞാൻ ഇതിൻ്റെ വോയിസ് അങ്ങനെ കൊടുത്ത് വീഡിയോ ഇട്ടാലോ? അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുമോ? അതോ ഞാൻ വർത്താനം പറയണ മാത്രം, അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് BGM മാത്രം ഇട്ടിട്ട് പോയാലോ? അങ്ങനെയാണെങ്കിൽ കണ്ടിരിക്കുമോ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ. അത്രയും സംസാരിക്കാൻ കൊതിയാവണ സമയത്ത് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ ഡെയിലി നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി സംസാരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല, ഭയങ്കര വലിയൊരു കാര്യമാണ്. അങ്ങനെ ചായപ്പൊടി കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ വീണ്ടും ഇച്ചിരിയും കൂടി ഇട്ടു. മധുരം ഇച്ചിരി കമ്മിയായിരുന്നു, അപ്പോൾ അതും ഞാൻ വീണ്ടും ഇട്ടു കേട്ടോ. പല ദിവസം പല അളവ് ചായയാണ് ഞാൻ വെക്കാറ്. ചിലപ്പോൾ എനിക്ക് 1/4 ഗ്ലാസ് മതി തോന്നും, അപ്പോൾ അത്രേ വെക്കുള്ളൂ. 1/2 ഗ്ലാസ് മതി തോന്നും, അത്രേ വെക്കുള്ളൂ. ചൂട് സമയത്ത് ചായ കുടിക്കാൻ വലിയതൊന്നുമില്ല. എന്നാലും ഒരു പാലക്കാട്ടുകാരിയായി ഞാൻ ചൂട് സമയത്ത് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്താക്കിയാലോ എന്നൊരു പേടി. ഇവിടെ ചൂടും മഴയും തണുപ്പും ഒന്നും ഒരു പ്രശ്നമല്ല. ചൂട് ആവി വറക്കണ ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയില്ലേ. പക്ഷേ എല്ലാ ജില്ലയിലും ചൂടുണ്ട്. പക്ഷെ എടുത്തു പറയണ പാലക്കാട് ജില്ലയിലത്തെ ചൂട് മാത്രമാണ്. അതെന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നോക്കുമ്പോൾ എല്ലാവിടെയും ചൂടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും അവിടെ ഇതിനേക്കാളും ചൂടല്ലേന്ന്. പക്ഷെ ഇവിടെ കാറ്റെങ്കിലും ഉണ്ട്. അവിടെ കാറ്റ് പോലും ഉണ്ടാവില്ല കേട്ടോ ചില സമയത്ത്. നമ്മളെ ഈ കഞ്ചിക്കോട് വിൻഡ് മില്ല് അറിയാലോ, ആ ഏരിയ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കാറ്റെങ്കിലും നമുക്കുണ്ട് ഈ ചൂടിലാണെങ്കിലും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇല പോലും അനങ്ങാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നോക്കുമ്പോൾ എനിക്ക് ഇവിടത്തെക്കാട്ടിലും ചൂട് തോന്നാറുണ്ട് എനിക്ക് കേട്ടോ. പക്ഷെ പേര് വന്നേക്കുന്നത് പാലക്കാട് ഇങ്ങോട്ട് ഭയങ്കര ചൂട് എന്നുള്ള ഒരു സംഭവമാണ്. ചൂടെല്ലാവിടെയും ഉണ്ട് ശരിക്കും. അങ്ങനെ ഞാൻ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വേഗം അടിച്ചു വാരി എടുക്കാണ്. ഈ സൈഡിലൊക്കെ കുറേ കുഞ്ഞു കഷ്ണങ്ങൾ കടലാസിന്റെ. അപ്പൊ ഞാൻ ഇതെന്താന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഇലക്ഷന്റെ പ്രചരണം അതും ഇതൊക്കെ അല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നപ്പോ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര. മുറ്റം മൊത്തം ഉണ്ടായിരുന്നു, പിന്നെ ആ മണ്ണിന്റെ ഏരിയയിലും ഉണ്ടായിരുന്നു ഇത്ര. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഉമ്മ ഫുൾ അടിച്ചു വാരി ക്ലീൻ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് വന്ന് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് അടിച്ചു വരണം കേട്ടോ. ചൂല് പോയി എടുത്തിട്ട് വരാൻ പോയതാണ്. അപ്പൊ വേഗം ഈ ഒരു സൈഡ് അടിക്കുമ്പോഴാണ് കാറ്റ് കണ്ടില്ലേ. നമ്മളവിടെ എത്ര ചൂടാണെങ്കിലും ഇങ്ങനെ കാറ്റ് ഉണ്ടാവണോണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യൂല കേട്ടോ. ആ ഒരു ഗുണമുണ്ട്. ഹ്യൂമിഡിറ്റി തന്നെയല്ലേ പറയാ. വല്ലതും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളല്ലേ. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. റിഹാന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അവൻ പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും എന്നാണ് വിശ്വാസം. കഹാനിക്ക് പോകാനാണെങ്കിലും വീട്ടിൽ പോകാനാണെങ്കിലും വണ്ടി ഇവിടെ ഉണ്ടായിട്ട് നമുക്ക്, ഞാൻ ബസ്സിലാണ് പോവാറുള്ളത്. എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് വണ്ടി എടുക്കാനും ഒരു മടിയാണ് കേട്ടോ. എല്ലാ വീക്കിലും അല്ലെങ്കിൽ മന്ത്ലി 2 ടൈംസ് ഒക്കെ പോകുമ്പോ നമുക്ക് അതൊരു
മടി വരുമല്ലോ, എക്സ്ട്രാ ചെലവ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറ്. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. വലിയൊരു മാറ്റമാണ് അല്ലേ അതെനിക്ക്. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് FBയിൽ ഒരാള് PM എപ്പോഴും ഒരു മെസ്സേജ് ആക്കും. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല അതുവരെ. നിങ്ങൾ ഭയങ്കര ലാവിഷാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മാത്രമല്ലേ സമ്പാദിക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇങ്ങനെ ലാവിഷാക്കണോ, കുറച്ച് ദൂർത്തടി കുറച്ച് നിർത്തിക്കൂടെ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കുറച്ച് ലാവിഷ് തന്നെയാണ് ഫുഡിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ലാവിഷ് തന്നെയാണ്, ഇല്ല എന്നൊന്നല്ല. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴാ മരിച്ചു പോകാന്ന് അറിയില്ല. അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി കഴിച്ച് നന്നായി എൻജോയ് ചെയ്ത് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ജീവിക്കുക. സേവിങ്സ് എന്നുള്ളത് വളരെ കുറവാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ അയാള് നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണെങ്കിൽ സേവ് ചെയ്യൂലേന്ന്. പെൺകുട്ടികളാണെങ്കിലും മേ ബി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുക. കാരണം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ സേവ് ചെയ്ത് വെച്ച് അവർക്ക് സ്വർണം അത് ഇങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ് എനിക്കിപ്പോ ഇല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ പണ്ട് ഉണ്ടായിരുന്നു കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് കെട്ടിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇനിയുള്ള കാലത്ത് അതൊന്നും നടക്കൂല. സ്വർണത്തിന്റെ വിലയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതിപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കണത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്നെ പോലെ പഠിക്കാത്തൊരു സിറ്റുവേഷൻ വരരുത് എൻ്റെ മക്കൾ. അത് പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കല്യാണം വേണമെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഫോഴ്സ് ചെയ്തൊരു കല്യാണമൊന്നും ഞാൻ ഓക്കെ ആവൂല. അവർക്ക് കല്യാണം വേണമെങ്കിൽ മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. അത് ചെക്കന്മാരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ മൈൻഡിൽ കേട്ടോ. ഞാൻ അതാ പറയുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡിനും ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് പല പല ടോപ്പിക്കുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവില് കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് തനിയെ കുതിർന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. മാവ് മുങ്ങിക്കിടക്കണ വരെ വെള്ളം ഒഴിച്ചാൽ മതി. അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ എഗ്ഗ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. കടലിൽ ഇതൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എഗ്ഗ് കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറുമ ഉണ്ടാക്കി എന്താ ഗുണം പറഞ്ഞാൽ രാത്രിയും എടുക്കാം. അപ്പൊ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പുറത്തൂടെ പലതും വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും വെജിറ്റബിൾ അത് ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടും പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പ് വിളിച്ചു പറയലാണ്. അപ്പോൾ എല്ലാം വഴണ്ട് വന്ന ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ വഴി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ വന്നിട്ട് ഞാൻ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഗ്ഗും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. വേവിക്കാൻ വെച്ച എഗ്ഗിനെ അടുത്ത പാർട്ടി വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം നമ്മളെ പറ്റിക്കാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു വിഷമല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് പോയി വോട്ട് ചെയ്ത് എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ മുട്ടക്കറി നോക്കാല്ലേ, അതാണ് നല്ലത്. അപ്പൊ എല്ലാ മസാലയും വെന്ത് എഗ്ഗ് ഇട്ട് കൊടുത്ത് തേങ്ങ അരച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കറി സെറ്റായിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് കഴുകിയെടുക്കണം. പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഹലോ ജിനി, ഹായ് ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിനിയുടെ ഫാമിലി ഇങ്ങോട്ട് വരാറില്ലേ? ഇപ്പം വന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകലും കുറവാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം, പിന്നെ എൻ്റെ വാപ്പാക്കും ഇവിടുത്തെ വാപ്പാക്കും വെയ്യാത്തതിൻ്റെ പ്രശ്നം കേട്ടോ. യാത്ര ചെയ്യാൻ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേട്ടോ വരാത്തത്. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ അനിയത്തിയുടെ മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അനിയത്തിയും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോ ബ്രദർ വന്നു കഴിഞ്ഞാല് എല്ലാവടെയും ഒന്ന് വിസിറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ വരുമായിരിക്കും ഇൻഷാല്ല. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് മോളെ യൂട്യൂബ് ചാനൽ കാണാൻ. മോളുടെ ചായ ഇടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിരിക്കുന്നു, നല്ല യൂട്യൂബ് ചാനൽ ആണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. കുറച്ച് നാൾ ഫോൺ മാറ്റിയപ്പോൾ കിട്ടിയില്ലായിരുന്നു, ഇപ്പൊ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ്. എന്തായാലും താങ്ക് യു സോ മച്ച്. വലിയൊരു കമന്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റംല കമറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID നിന്നാണ്. അപ്പോൾ റംലത്ത
താത്ത എന്നായിരിക്കും, മോളേന്ന് വിളിച്ചോണ്ട് താത്ത എന്നുള്ളത് തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ താത്ത ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇട്ടോളൂ, ടോപ്പിക് ഒന്നും ഇല്ലെങ്കിൽ കണ്ടിരിക്കാൻ രസമാണ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ജുമി എന്നാണ് കേട്ടോ ID എന്ന് വന്നിട്ടുള്ളത്. പിന്നെന്താ, ടേബിൾ ഷീറ്റ് മാറ്റിയില്ലേന്ന്, ഇനിയിപ്പോൾ എത്ര ആയില്ലേ, ഇനി വലിയ പെരുന്നാൾക്ക് മാറ്റിയ പോലെ. അത് കേട് വന്നിട്ടില്ലടോ, അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു സൈഡ് കേട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സാധനം മാക്സിമം യൂസ് ചെയ്യണ്ടേ. പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയരുത്, അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണം. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗ് മുതൽ ഞാനത് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി. റിഹാൻക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഞാൻ അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേഗം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഞങ്ങളും കഴിച്ചു. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി ക്ലീനിങ് നിൽക്കുകയാണ്. ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല, ഇനിയാണ് കേട്ടോ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിടും. എത്ര വിരിച്ചിട്ടാലും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ഒരു സുഖമല്ല. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ആക്കുള്ളൂ, പിന്നെ കേടുവന്നാൽ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ അവർ കിടന്നു കഴിഞ്ഞാലും ശരിയാക്കിയിട്ട് വരേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. പിന്നെ ഇത് ഞാൻ ചെയ്യണത് അത്രയും നീറ്റായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലഞ്ച് എന്താന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല, കാരണം ഫ്രിഡ്ജിൽ ഒരൊറ്റ വെജിറ്റബിൾ ഇല്ല കേട്ടോ. ഇനി മേടിച്ചിട്ട് വന്നിട്ട് വേണം. അയൻകുട്ടിനെ പറഞ്ഞു വിടണം കടയിലോട്ട് വല്ല വെജിറ്റബിളും കിട്ടുമെന്നുള്ളത്. കാരണം കുറച്ച് ദിവസമായിട്ട് ഫുൾ നോൺ വെജിൻ്റെ തിരുതല്ലല്ലേ. അപ്പോൾ ഇന്ന് പക്ഷേ ഉണക്കമീൻ കൂട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഉണക്കമീൻ കിട്ടുമോ എന്നുള്ളത് നോക്കണം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടേക്ക് ഒന്ന് വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളും റെഡിയാക്കി എടുത്ത ശേഷം ഞാനിതാ അടിച്ചു വാരിയും കൂടി എടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് FBയിലും ഒരുപാട് കമൻസ് നമ്മുടെ പ്രേക്ഷകർ ഇടാറുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. വലിയ കമൻസ് വന്നിട്ടില്ല. ജിനി സുഖമാണോ, ഹായ്, പിന്നെ കുറേ ഹാർട്ട്, ലൈക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ വലിയ കമൻസ് ഇട്ടാലേ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ ടോപ്പിക് ഉണ്ടാവത്തുള്ളൂ. അത് മറക്കരുത് കേട്ടോ. അതും കൂടെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ പോണത്. അങ്ങനെ ഞാൻ കഴിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരു ക്യാപ്ഷൻ ആക്കിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഇട്ടു, FBയിലും അതുപോലെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ടാവും. ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴേക്കും ഇട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഞാൻ കുട്ടീനെ കടയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അവന് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നതാണ് ഇത്. ഇനി ഇതിനൊക്കെ ഒന്ന് കൊണ്ടുപോയി, ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്, അതിനൊന്ന് വെള്ളത്തിൽ ഇടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ കറിവേപ്പില വലിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ കറിവേപ്പില ചെടിയിൽ നിന്ന് അതെല്ലാം വലിച്ചിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾ ചേന, പിന്നെ ബീൻസ്, ഉണക്ക മീൻ, വെജിറ്റബിൾ അല്ലല്ലോ അല്ലേ ഉണക്കമീൻ, തക്കാളി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ബീൻസ് ഒന്ന് നന്നാക്കിയെടുത്തു. ഇത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് മൈൻഡിലോട്ടൊരു കാര്യം വന്നത്, ഒരു ചമ്മന്തി അരയ്ക്കാന്നുള്ളത്. അങ്ങനെ ഞാനും അയൻകുട്ടിയും ഒരെണ്ണം മതി കിട്ടുമോ? ഇങ്ങനെ ആരെങ്കിലും ചാടുവോ? മാങ്ങ വലിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയത് കേട്ടോ. മാങ്ങയൊക്കെ വലിച്ചിട്ട് വന്നു. നല്ലൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ ഉപ്പേരിക്ക് വേവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ അതങ്ങ് ആവട്ടെ കേട്ടോ. പിന്നെ തൈര് വെച്ചിട്ടൊരു കറിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. കടുകും ഉലുവയിട്ട് പൊട്ടിച്ച ശേഷം വലിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. ഉപ്പേരി ആയപ്പം ഞാൻ തേങ്ങ ചേർത്തിയെടുത്തിട്ടുണ്ട്. തോരനാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. പിന്നെ ഇതൊന്ന് ആയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഞാനിവിടെ നല്ല കട്ട തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിക്കരുത്, ഈ ഒരു കട്ടിയിൽ ഇരുന്നോട്ടെ കേട്ടോ.
ഇനി ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ചേർത്തിയെടുക്കാം. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ പകുതി മതിയാകും. ഞാനിതാ ഒന്ന് ചെത്തിയെടുത്തിട്ട് ആദ്യം മിക്സിയുടെ ജാറിൽ മാങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്, എന്നിട്ടുള്ള തേങ്ങ ഇടുന്നത്. അല്ലെങ്കിൽ എനിക്ക് അരഞ്ഞ് കിട്ടാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു ചമ്മന്തിയാണ്. വീട്ടിൽ നിന്ന് ഉമ്മ അരച്ചു തരുന്ന ഒരു ഫീല് വന്നു. പക്ഷെ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും ഇത്ര. അങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മുടെ മാങ്ങ തേങ്ങ പച്ചമുളക് ചമ്മന്തി റെഡി. പിന്നെ ഇതാ വേഗം വന്നിട്ട് നങ്കിമീൻ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ഇതിന് നങ്കിമീൻ എന്ന് പറയട്ടോ. മാന്തള് നങ്കി ഇത് 2 പേരിലാണ് എനിക്ക് അറിയുള്ളൂ. നിങ്ങൾക്ക് വേറെ പേര് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല തേച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതേപോലെ ഞാൻ തുടച്ചും കൂടെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഒരു പാത്രത്തിലോട്ട് വിളമ്പിയിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കാണാം. നല്ല ആവി പറക്കണ പൊന്നിയരി ചോറ്, ഇതിന് പകരം നല്ല മട്ടരി ചോറാണെങ്കിൽ ഒന്നും കൂടി ഹാപ്പി ആവട്ടോ ഞാൻ. പിന്നെ നമ്മുടെ ബീൻസ് തോരന്, കണ്ണിമാങ്ങ അച്ചാറ്, മാങ്ങ ചമ്മന്തി, നങ്കിമീൻ ഫ്രൈ ചെയ്തത്, നമ്മുടെ തൈര് കറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പപ്പടം കൂടി വേണമായിരുന്നു, പക്ഷെ പൊരിക്കാൻ മടിയോ മറന്നോ ഇതാണ്. അങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ വായിലോട്ടിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫീല്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക, കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നെയ്യിൽ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ പഞ്ചസാര ഏകദേശം 1 കപ്പ് ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്നായ ശേഷം നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ പാക്കറ്റ് പാലും സൊസൈറ്റി പാലും രണ്ടും ഉണ്ടായിരുന്നു, അപ്പോൾ രണ്ടും കൂടെ എടുത്തതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തിള വരും കേട്ടോ. തിള വരുമ്പോഴത്തേക്കും കാരമലൈസ് ചെയ്ത പഞ്ചസാര മൊത്തം ഇതിലോട്ട് മെൽട്ട് ആവും. അപ്പൊ പ്രത്യേക ഒരു കളർ തന്നെ വരും കേട്ടോ. നന്നായിട്ട് തിളച്ച ശേഷം മാത്രം നമുക്ക് സേമിയ ഈ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഉപ്മാവ് സേമിയ എടുക്കുള്ളൂ. അതാകുമ്പോൾ നല്ല നൈസ് സേമിയയുടെ പായസം കിട്ടും, കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കുറച്ച് തിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂൺ കസ്റ്റാർഡ് പൊടി ഞാനൊന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തിക്ക് വരും. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ബോട്ടിൽ ചേർത്തോ. പിന്നെ എക്സ്ട്രാ പഞ്ചസാര ആവശ്യമില്ല കേട്ടോ. ഇതും പിന്നെ നേരത്തെ പഞ്ചസാര മെൽട്ടാക്കി ചേർത്തല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം സെറ്റാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തിക്കിൽ വരും. ഇപ്പം ഇങ്ങനെ കിടക്കണു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാം. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഡേറ്റ്സ് കോഫി ഷേക്കും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലോട്ട് 10 കാഷ്യൂ, 10 ബദാം, ഒരു 8-10 ഡേറ്റ്സ്, അതുപോലെ തന്നെ 2 വെറൈറ്റി ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് കണ്ട് വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കംപ്ലീറ്റ് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ കോഫിയും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഞാനിവിടെ. മധുരം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. മിക്സിയുടെ ജാർ എടുക്കുക. ആദ്യം കുരുകളഞ്ഞ ഈത്തപ്പഴം മൊത്തം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കോഫി ഇല്ലേ, ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് ഇതുപോലൊരു ജഗ് എടുക്കുക. അതിലോട്ട് പാലും കോഫി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്ത ആ ഐറ്റം കംപ്ലീറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അവിടെ ഇങ്ങനെ കടിക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത്, ബദാം ചോപ്പ് ചെയ്തതും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമും ചേർത്തി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. തണുപ്പിന് വേണ്ടി ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നേരത്തെ കൂട്ടി അറിഞ്ഞാൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ.
എന്തായാലും എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം. ഇത് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ ഇന്നത്തെ 20 മിനിറ്റും ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് പറഞ്ഞു തീർത്തിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളോട് പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.